ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. റിവ്യൂ എന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഒരു പ്രോഡക്റ്റിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്രയ്ക്കും എനിക്ക് സ്കിന്നിലൊക്കെ ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഞാനിത് പറയാൻ. ഇപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ ഇടപെടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് പ്രോഡക്റ്റ് എന്നുള്ളത്. ഇതാണ് സംഭവം. ഇത് പിൽഗ്രിമിൻ്റെ 24K ഗോൾഡ് ഫേഷ്യൽ മാസ്ക് ആണ് കേട്ടോ. ഈ ഒരു സാധനം എന്ന് വെച്ചാൽ ഭയങ്കര ഹൈപ്പിലുണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. ഇത് ഭയങ്കര അടിപൊളിയാണ്. ഗോൾഡ് ഫേസ് പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹൈപ്പിലുണ്ടായിരുന്ന ഒരു ഐറ്റം ആയിരുന്നു ഇത്. അപ്പോൾ അങ്ങനെയാണ് ഞാനും ഇത് വാങ്ങിക്കുന്നത്. പക്ഷേ ഇത് വാങ്ങിയിട്ട് എനിക്ക് യൂസ് ചെയ്തപ്പോഴെല്ലാം സ്കിന്നിൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മാത്രമാണോ അങ്ങനെ, അതോ ബാക്കി എല്ലാവർക്കും അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര നീറ്റെന്ന് വെച്ചാൽ ഫേസൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്ന അത്രയ്ക്കൊരു ഭയങ്കര പുകച്ചിലെന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരു ടൈപ്പ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് യൂസ് ചെയ്തിട്ടല്ല എനിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ ആദ്യം യൂസ് ചെയ്ത് വിചാരിച്ചു ചിലപ്പോൾ ഇനി എൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലം ആയിരിക്കും. ഫസ്റ്റായിട്ട് ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിൻ്റെ കുറച്ച് ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പോഴൊക്കെ. അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും ഞാൻ യൂസ് ചെയ്തു. അപ്പോഴും എനിക്കിതേ സെയിം ഇത് തന്നെയാണ്. പക്ഷേ രണ്ടാമത് യൂസ് ചെയ്തപ്പോൾ സ്കിന്നിൽ ഇങ്ങനെ കുറച്ച് ഈ ഒരു പോർഷൻ്റെ അവിടെ കുറച്ച് റാഷസ് അങ്ങനെയൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അതിനുശേഷം എനിക്ക് പിന്നെ അത് യൂസ് ചെയ്യാൻ എനിക്ക് പേടിയായിട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ യൂട്യൂബിലൊക്കെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അങ്ങനെ ഇതിനെക്കുറിച്ച് അങ്ങനെ ബാഡ് കമൻറ്റ്സ് ഒന്നും ഞാൻ കണ്ടില്ല, ബാഡ് റിവ്യൂസ് ഒന്നും ഞാൻ അധികം കണ്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ ഉള്ളതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാനത് അങ്ങനെ യൂസ് ചെയ്യാണ്ട് വെച്ചേക്കായിരുന്നു. അപ്പോൾ പിന്നെ കുറേ നാൾ എന്തായാലും കാശ് കൊടുത്ത് മേടിച്ചതാണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ വേസ്റ്റാക്കി കളയാൻ എനിക്കൊരു മനസ്സ് വരാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കി. ചിലപ്പോൾ ഇപ്പോൾ സ്കിന്നിൽ കുറച്ച് അഡ്ജസ്റ്റബിൾ ആയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കിയാട്ടോ. അപ്പോഴും സ്റ്റിൽ സ്കിന്നിങ്ങനെ പുകയുന്ന പോലത്തെ ഒരു നീറ്റലായിരുന്നു. ഇപ്പോൾ എനിക്ക് മാത്രമാണോ അങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം മേ ബി എൻ്റെ സ്കിന്നിൻ്റെ ആയിരിക്കാം. പക്ഷേ എനിക്ക് അങ്ങനെ സ്കിൻ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ്. ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും എന്ത് യൂസ് ചെയ്താലും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലാത്ത ഒരാളാണ്. ഞാൻ ഒരുപാട് ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ ഒരുപാട് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. അത് മിക്ക ബ്രാൻഡ്സിനെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിൽഗ്രിമിന് തന്നെ ബാക്കി ഫേസ് വാഷ് അങ്ങനെ കുറേ ക്രീംസ് അതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും എനിക്കൊരു പ്രോബ്ലം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു ഐറ്റത്തിൽ മാത്രം എന്താണ് ഇത്ര പ്രോബ്ലം എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇപ്പം നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന് എന്നോടൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ. ഇപ്പോഴും ഇതിനകത്ത് ഇത്രയും ബാലൻസ് ഉണ്ട്. കാരണം ഞാനൊരു 1-2 പ്രാവശ്യം മാത്രമേ ഞാൻ ഇത് ഇട്ടിട്ടുള്ളൂ. ഇത് ഇട്ടപ്പോഴല്ല എനിക്ക് ഭയങ്കര പുകച്ചിലായിരുന്നു. അതിനുശേഷം എനിക്ക് ഇടാൻ തന്നെ ഭയങ്കര പേടി. നമ്മളെ ഈ മുഖമൊക്കെ ഇങ്ങനെ പൊള്ളി പോകത്തില്ലേ, ആ ഒരു ടൈപ്പായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടി, ഇനി എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി കാരണം ഞാനിത് ഇടുന്നത് തന്നെ അങ്ങ് നിർത്തി. ഇനി കണ്ടോ, ഇനി ഇത്രയും ഇതിൽ ബാലൻസ് ഉണ്ട്. ഇതിന് എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒന്നും അങ്ങനെ വലിയ പ്രോബ്ലം ഉള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും അല്ല. അപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലം ആണോ അതോ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവാറുണ്ടോ എന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പക്ഷേ ഇത് എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും എനിക്ക് നീറ്റലുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറയാൻ ഭയങ്കര സ്ട്രോങ് ഒരു സ്മെല്ലാണ്. പക്ഷേ നല്ല അടിപൊളി സാധനമാണെന്നാണ് പറയുന്നത്. അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഞാനും അത് കണ്ടിട്ടാണ് വാങ്ങിയത്. ഇപ്പം എന്താ പറയുക, പൈസ വേസ്റ്റായി എന്ന് പറയുന്നത് അല്ലാണ്ട് എനിക്കിതുകൊണ്ട് ഒരു യൂസ് ഉണ്ടായിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതുപോലെ തന്നെ പിൽഗ്രിമിൻ്റെ ഒരു പീലിംഗ് സൊല്യൂഷൻ ഉണ്ടായിരുന്നല്ലോ, ഒരു പിങ്ക് കളറിൽ ഒരു പീലിംഗ് സൊല്യൂഷൻ ഉണ്ട്. അത് ഇട്ടപ്പോഴും എനിക്ക് കുറച്ച് ഇറിറ്റേഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ അതിന് വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് അതിൻ്റെ ഒരു സ്മെല്ല് എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം എല്ലാ പേരും കമൻറ്റ് അവർക്ക് അങ്ങനെ ഒരു സ്മെല്ല് ഫീൽ ചെയ്തിട്ടില്ല എന്നല്ല. പിന്നെ എനിക്ക് മാത്രം എന്താണ് അങ്ങനെ ഒരു ഇത് ഫീലായെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. മേ ബി ചിലപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലം ആയിരിക്കും. പക്ഷേ സ്മെല്ല് എന്തുകൊണ്ട് അങ്ങനെ തോന്നിയെന്ന് ഞാൻ ജെന്യുവനായിട്ട് ഇട്ടതാണ്. എനിക്ക് അങ്ങനെ ഒരു സ്മെല്ല് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇട്ടത്. പക്ഷേ എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വന്നതെല്ലാം അങ്ങനെ ഒരു സ്മെല്ലേ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്. മേ ബി ഇതും അതുപോലെ ആയിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പം എന്താ സംഭവം എന്ന് എനിക്കും അറിയത്തില്ല, എൻ്റെ സ്കിന്നിൻ്റെ ആണോ അതോ ഈ പ്രോഡക്റ്റിൻ്റെ ആണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇത് ഞാൻ കുറച്ച് നീറ്റിലൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അതിൻ്റെ റിസൾട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ വലിയ റിസൾട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. നോർമലി നമ്മളിപ്പോൾ എന്താ ഒരു മുൾട്ടാണി മുട്ടിയിടുന്ന ആ ഒരു റിസൾട്ട് തന്നെയാണ് ഇതിലുള്ളത്. ഭയങ്കര അടിപൊളി സംഭവം എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. ഇത്രയും പൈസയ്ക്ക് വർത്താണോ എന്ന് ചോദിച്ചാൽ എനിക്കതല്ലാതെ പറയാൻ പറ്റുള്ളൂ.
അത്രയ്ക്കും ആ ഒരു പ്രൈസിൻ്റെ ഒരു റിസൾട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു നെഗറ്റീവ് പറയാനായിട്ട് എനിക്ക് ഈ ഒരു ഇതൊക്കെയാണ് ഉള്ളത്. പോസിറ്റീവായിട്ട് പറയാമെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് ഫീൽ എനിക്കില്ല. കാരണം ഇട്ടപ്പോൾ തന്നെ പുകച്ചിലായിരുന്നു. അപ്പോൾ അപ്പം തന്നെ എനിക്ക് ഫുൾ അത് നെഗറ്റീവ് അടിച്ചു. പിന്നെ റിസൾട്ടും കൂടി അത്രയ്ക്കില്ല എന്ന് കണ്ടപ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് നെഗറ്റീവ്. കാരണം അത്രയ്ക്കും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്ന സാധനമാണല്ലോ. അതുകൊണ്ടൊരു യൂസ് ഇല്ല എന്നറിയുമ്പോൾ നമുക്കൊരു പേഴ്സണലി ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് ഇന്നൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് മാത്രമാണോ അങ്ങനെ ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊരു കുട്ടി വീഡിയോ, ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ, എൻ്റെ പേഴ്സണലി എനിക്കുണ്ടായ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇപ്പം ലാസ്റ്റ് വരെ കണ്ടിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.